നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനും അമ്മയും എനിക്ക് പുതിയൊരു ബന്ധം ഉറപ്പിച്ചു. നീ ചത്താലും ജീവിച്ചാലും സമാധാനം പറയേണ്ടത് ഞാനാ. ഞാൻ ചത്താലും താനെ സമാധാനം പറയണ്ട അല്ലേ? എന്നാ പറയാൻ തയ്യാറായിക്കോ. കഥയിൽ ഭയങ്കര ട്വിസ്റ്റ് ആണല്ലോടി. അതാമ്മ ഞാനും ആലോചിക്കുന്നേ. ഇതെങ്ങനെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ആലോചിക്കാം. എന്നെ ഈ നിൽക്കുന്ന മരത്തണ്ടി കെട്ടിയെങ്കിലും ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമായമ്മേ. രോഹിത്തിന്റെ ജീവിതം ഇങ്ങനെ കട്ടപ്പുകയായല്ലോ. അവന്റെ പുതിയ കെട്ടിയോള് ശ്യാമ പഴയ കാമുകനെ ഓർത്ത് കെട്ടിത്തൂങ്ങി ചാവോ വിഷം അടിക്കോ ചെയ്തോളൂ. ഇല്ല, അവരൊരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായി സന്തോഷത്തോടെ ജീവിക്കില്ല. അതൊരു സന്തോഷ വാർത്ത തന്നെയാ. എങ്കിലും ആ കാര്യം നമുക്ക് ഒന്നുകൂടൊന്ന് ഉറപ്പുവരുത്തണം. ശ്യാമ വീണ്ടും ദീപകിനെ അന്വേഷിച്ചു പോയിന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, രോഹിത് എങ്ങനെ ഇക്കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിന്നോട് പറഞ്ഞു? എന്റെ ആശാനെ ഒന്നാമത് തട്ടിയത് ഞാൻ ഓടിച്ചിരുന്ന വണ്ടിയാ. രണ്ടാമത് ഞങ്ങൾ തമ്മിലിപ്പോ വേറൊരു ബന്ധവും കൂടെ ഉണ്ടേ. എന്താ വിഷ്ണുട്ടാ, എന്താ രണ്ടുപേരും കൂടി ഒരു കഥകളി? എടോ, ഇയാള് പണി പറ്റിച്ചടോ. സുസ്മിത സത്യം? എന്നായിരുന്നു? താണ്ട ഇന്ന് ഇപ്പൊ. എടോ, കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറ. ചെറക്കൽ രാമചന്ദ്രന്റെയും ശശികലയുടെയും മേഘമകൻ ജഗദീപ് കുമാർ രജിസ്റ്റർ വിവാഹം കഴിച്ച സുസ്മിത രാജശേഖരൻ. പെണ്ണുമ്പിള്ള, ചിറക്കൽ രാമചന്ദ്രൻ എന്ന് പറയുന്നത് ഞാനാ. ഇതെന്റെ മകൻ ജഗദീപ്. സൂക്ഷിക്കണം. അപ്പൊ നമ്മൾ വിരിച്ച വലയില് അവള് വന്ന് വീണു. അമ്മേ, അമ്മേ, അമ്മ ഇതൊന്നും കാണുന്നില്ലേ? ജഗദീപ് ഇതൊക്കെയും ചെയ്തത് വിഷ്ണുവേട്ടന്റെ ചതിയിലൂടെയാണെന്ന് മനസ്സിലായിടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. സത്യം എന്താണെന്ന് അറിയാലോ. സന്ധിപേട്ട വേണ്ട, ഇനി ഉള്ളതാണെങ്കിൽ തന്നെ പണിയായിരുന്നു വാങ്ങാൻ നിൽക്കണ്ട. ഞാനും പറയുന്നത് ഇത് പരീക്ഷിച്ചു നോക്കാന്നാ. ഇതെന്താന്നറിയാലോ? നമ്മുടെ വിശ്വാസമാണോ ഏട്ടത്തിന്റെ അനഘയുടെയും ധാരണയാണോ ശരിയെന്ന് അറിയാലോ? അത് തന്നെ. ചേച്ചി എന്ത് പറയുന്നു? ഞാൻ എന്തിനും റെഡി. എന്നാ പിന്നെ അതറിഞ്ഞിട്ട് പോവാം. വിളിക്ക് ആത്മാവിനെ വിളിക്ക്. വിശ്വാസമില്ലാത്ത നിങ്ങൾക്കല്ലേ? അപ്പൊ നിങ്ങൾ പറയും, ആരെ വിളിക്കണം? എന്റെ റിലേഷനിൽ മരിച്ച ആരോടും എനിക്ക് സംസാരിക്കണ്ട. ഓരോരോ ഉടായ്പകളും. എങ്കിൽ ഞാൻ പറയാം, പ്ലാവറയുള്ള എന്റെ അമ്മായിയുടെ മോളെ വിളിച്ചു വരുത്താം. എങ്ങനെ വരാൻ പറയണം? ടാക്സി വിളിച്ച് വരാൻ പറഞ്ഞാ മതിയോ? ഇവളെ ഞാൻ അനഘേ, നിനക്ക് വിശ്വാസമില്ലല്ലോ, അപ്പൊ നീ മിണ്ടാതിരിക്കും. അത് തന്നെ. ഇനി ഉള്ളതാണെങ്കിൽ എനിക്ക് അമ്മായിയുടെ മോള് ചാന്ദിനിയോട് സംസാരിക്കാമല്ലോ.
അവിടെ ചെല്ലുമ്പോഴൊക്കെ അമ്മായി പറയും അവൾ എന്തിനാ എങ്ങനെയാ മരിച്ചതെന്ന് അറിയാത്തോണ്ട് ഒരു സമാധാനവും ഇല്ലാന്ന്. ആ ഇതിനെന്താ, നമുക്ക് ചാന്ദിനി ഇങ്ങോട്ട് വിളിച്ചു വരുത്തി ചോദിക്കാലോ എന്താ പറ്റിയെന്ന്. അറിയണം, എനിക്കറിയണം. എന്റെ കുഞ്ഞിനെ ആരും അപായപ്പെടുത്തിയെന്ന് എനിക്കറിയണം. ചാന്ദിനി മോക്ക് ആവണി മോളെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല. അതിനു മുൻപേ കണ്ടോ, ഇപ്പൊ മീര അടുത്തേക്ക് ചെറിയ വിശ്വാസമൊക്കെ വന്നു തുടങ്ങി. ഇങ്ങെടുക്ക്. ഇനി പ്ലാവരമുള്ള ചാന്ദിനിയോട് സംസാരിച്ചിട്ട് തന്നെ കാര്യം. ആവണി, നീ പോയി സിന്ധുച്ചിയുടെ കയ്യിൽ നിന്ന് മെഴുതിരി ഒരു കോയിനും വാങ്ങിട്ടോ. ചെല്. മെഴുകുതിരി എന്തിനാ? മെഴുകുതിരി വെട്ടത്തിലേ ഇത് ചെയ്യാൻ പാടുള്ളൂ. ആണോ? ആ അതിരെ, നീ ഇവിടുത്തെ എല്ലാ ലൈറ്റ്സും ഓഫ് ചെയ്തേ. ശരി. ആ സന്ധ്യ, എത്ര നേരായിക്ക ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, മരുന്നില്ലേ? ആ കുറച്ച് വേറെ ജോലിയിലായി പോയി. ഇനി കുറച്ച് ജോലിയും കൂടി ഉണ്ട്. അതുകൂടി കഴിഞ്ഞാ ഞാൻ വേഗം ഒന്ന് വന്നേക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പുറത്ത് ഡിന്നറിന് പോവാം. താൻ റെഡിയായിട്ട് നിൽക്കുക. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഇന്ന് ഒരിടത്തും പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? അതൊക്കെ വന്നിട്ട് പറയാം. വലിയൊരു പ്രശ്നത്തിന് ഇന്ന് എൻഡിങ് ആവുന്ന ദിവസം. പ്രശ്നോ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. താൻ വെയിറ്റ് ചെയ്യ. ശരി ശരി, വേഗം വന്നാ മതി. ഹലോ, പിന്നെ ഒരു കാര്യം. ഹലോ ഇക്ക. സന്ധ്യ, പിന്നെ ആ കഥവൊക്കെ അടച്ച് കുറ്റിയിട്ടിരുന്നോണേ. ഞാനല്ലാതെ വേറെ ആര് വന്നാലും തുറക്കണ്ട. ഇക്ക സത്യം പറയും, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയ്യോടോ, പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. താൻ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. വേഗം വരണേക്ക. ഞാൻ ദേ എത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതെന്താ മഹി, നകുല് കേൾക്കാൻ പാടില്ലാത്ത കാര്യം? പറയാം. ശരി, ഞാൻ മാറിത്തരാം. ഇന്നെന്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ കാരണം ആർക്കും ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല. എന്താ മോനെ, എനിക്കാര്യം പറയാലോ. എന്താ കാര്യം? അത് പിന്നെ മുത്തശ്ശി, എനിക്ക് പറ മഹി, നീ എന്തിനാ എന്നോട് സംസാരിക്കാൻ മടിക്കുന്നേ? ചെറിയൊരു മടിയുണ്ട്. മുത്തശ്ശി അതിനെ എങ്ങനെ കാണുമെന്ന് ഒരു പേടിയുണ്ട്. പറ മഹി, പറഞ്ഞു കഴിഞ്ഞല്ലേ ബാക്കി. അത് പിന്നെ എനിക്ക് ഗംഗയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. എന്താ മഹി, എന്താ നീ പറഞ്ഞത്? അതെ മുത്തശ്ശി, ഗംഗയെ നഷ്ടപ്പെടുത്താൻ ഞാനും മോളും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ ഗംഗയൊരു ഭാഗമാ. അവൾ എന്നും എന്റെ കൂടെ വേണമെന്നാണ് എന്റെ ആഗ്രഹം. മുത്തശ്ശി എന്താ മിണ്ടാത്തെന്ന് എനിക്കറിയാം. ഞാൻ ഈ തീരുമാനം എടുത്തത് മാളുവിനു വേണ്ടി മാത്രമാണെന്ന് കരുതിയിട്ടല്ലേ? പക്ഷെ അങ്ങനെയല്ല മുത്തശ്ശി. ഇപ്പോ ഞാനും ഗംഗയെ ആഗ്രഹിക്കുന്നുണ്ട്.
എനിക്ക് വയ്യാതെ വരുന്ന സമയത്താ അവൾ എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്നും എത്രമാത്രം വലുതാണെന്നും മനസ്സിലായത്. ആ സ്നേഹവും കരുതലും ഇനി എനിക്ക് നഷ്ടപ്പെടുത്താൻ വയ്യ. മുത്തശ്ശി എന്താ ഒന്നും മിണ്ടാത്തത്? നീ വൈകിപ്പോയി മഹി. നകുലിന് ഞാൻ വാക്കു കൊടുത്തു. ഗംഗയും നകുലും തമ്മിലുള്ള വിവാഹം ഉടനെ നടക്കും. മുത്തശ്ശി, ഗംഗയ്ക്ക് ആ വിവാഹത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പൊ പിന്നെ എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാ. പതിയെ അവൾ ആ ജീവിതത്തെ സ്നേഹിച്ചോടും. നകുൽ ഗംഗയെ സ്വപ്നം കണ്ടു തുടങ്ങിയത് എന്റെ വാക്ക് വിശ്വസിച്ച. ആ വാക്ക് മാറ്റാൻ എനിക്കാവില്ല. നാളെ ജോത്സ്യനെ കണ്ട് അവരുടെ വിവാഹ തീയതി നിശ്ചയിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഗംഗ കൂടോത്രം ചെയ്ത് മയക്കിയത് തന്നെയാ. അങ്ങനെയല്ലേ അവള് മാളുവിനെ വരുത്തിയിലാക്കിയത്? എങ്ങനെയായാലും എന്റെ വാക്കിനപ്പുറം പോവാത്ത മഹി ഞാൻ പറഞ്ഞത് അവഗണിച്ച് ഗംഗയെ തേടി പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ മാറ്റം തന്നെയാ. അതെ ആന്റി, സത്യം പറയാലോ, മഹേട്ടിന്റെ ഈ മാറ്റം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വാക്ക് തന്ന് വിവാഹം ഉറപ്പിച്ചിട്ട് മറ്റൊരുത്തി ഇഷ്ടമാണെന്ന് പറഞ്ഞു പോകുന്നത് ഞാൻ എങ്ങനെ സഹിക്കും? ഞാനും ഒരു പെണ്ണല്ലേ. ശ്രേയേ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കരുത്. ആണുങ്ങൾ അങ്ങനെയാ. പക്ഷെ വിവാഹത്തോടെ എല്ലാം മാറും. എങ്ങനെയും വിവാഹം പെട്ടെന്ന് നടത്തിയെടുക്കണം. പിന്നെ മഹിയെ നിനക്ക് നിന്റെ വരുതിയിലാക്കാൻ പറ്റും. അതെ മോളെ, പിന്നെ ആവശ്യമില്ലാത്ത ഈഗോ കാണിച്ച് നീ അനാവശ്യ തീരുമാനമൊന്നും എടുക്കരുത്. മഹി നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല, മാളുവിന് വേണ്ടിയാ. അതൊക്കെ ശരിയാ, അതൊക്കെ എനിക്ക് അറിയാൻ ചെയ്യാം. എന്നാലും ഓർക്കുമ്പോ ഒരു വിഷമം. അങ്ങനെ വിഷമിക്കരുത്, മണ്ടത്തര. മാളുവിന് വേണ്ടിയാ മഹി വിവാഹത്തിന് തയ്യാറാവുന്നത്. അത് നിനക്കും അറിയാലോ. മാളുവിന് ഗംഗയെ മതി മതിയെന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോ അവന്റെ മനസ്സിലും അതാണ് ശരിയെന്ന് തോന്നിപ്പോയി കാണും. അതേ മോളെ, അത്രേ ഉള്ളൂ. അതിന് നീ ആ വില മാത്രം കൊടുത്താ മതി. നാത്തും പറഞ്ഞതാ ശരി. നമ്മൾ അല്പം അലിഞ്ഞ അവനെ ആ വേലക്കാരി പെണ്ണിനെ ഈ കൈലാസത്തിന്റെ റാണിയാക്കും. പിന്നെ നാത്തൂനുൾപ്പെടെ നമ്മുടെയൊക്കെ അവസ്ഥ വളരെ മോശമാവും. അത് നീ മറക്കണ്ട. നിങ്ങളാരും പേടിക്കണ്ട. അങ്ങനെ ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറില്ല. പിന്നെ മുത്തശ്ശി പറ്റില്ല എന്ന് കൂടെ പറയുമ്പോ മഹേട്ടിന് മോഹം മനസ്സിൽ നിന്ന് കളഞ്ഞോളൂ. ശരിയാ, ആ തള്ള എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഞാൻ കരുതിയത് അവര് കൊച്ചുമോളിലൂടെ ഈ കൈലാസത്തിന്റെ അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുമെന്നാ. അങ്ങനെയൊന്നുമില്ല. ജാനകിയമ്മ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്നതാ. കൊടുത്ത വാക്ക് അവരേത് വിധേനയും പാലിക്കും. മാത്രമല്ല, നകുലിനെ അവർക്ക് പ്രാണനാ. ഒരുപക്ഷെ മഹിയേക്കാൾ കൂടുതൽ സ്നേഹം ജാനകിയമ്മയ്ക്ക് നകുലിനോടാ. അത് നന്നായി. അതുകൊണ്ടാവും മഹേട്ടിനോട് വിവാഹത്തിന് എതിർപ്പ് പറഞ്ഞത്. ഇനി അവരുടെ മനസ്സെങ്ങാനും മാറുമോ?
മാറുവോ നാത്തൂനെ? ഏയ് ഇല്ല, നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ. മഹി ഇനി ഗംഗയുടെ പുറകെ പോയില്ല. പറ്റിയ തെറ്റ് മനസ്സിലാക്കി അവൻ ശ്രേയെ തന്നെ വിവാഹം കഴിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പോ അവൾക്ക് ഓർമ്മ പോയിട്ട് എന്നെ തിരിച്ചറിയാത്ത നിലയ്ക്ക് എന്റെ തലയോട് കെട്ടിവെക്കാൻ നോക്കുവാണല്ലേ? നീ ഒരു ഭർത്താവാണെങ്കിൽ ഇങ്ങനൊരു വാചകം പറയോടാ? സത്യം പറയടാ, നീ തന്നെയാണ് അവളുടെ കഴുത്തിൽ താലി കെട്ടിയത്. എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് തല്ലിയല്ലടി. എനിക്കറിയാടാ, അത് പറയാതെ ഈ മനയുടെ മതിൽ വിട്ട് നീ പോവില്ല. ഒടുവിൽ മംഗലശ്ശേരിയിൽ ഒരാൾ പറഞ്ഞിട്ടാ ഞാൻ ലച്ചുവിന്റെ ഭർത്താവിന്റെ വേഷം കെട്ടിയെന്ന് എനിക്ക് സ്വാതിയോട് തുറന്നു പറയേണ്ടി വന്നു. സ്വാതിയോട് പറഞ്ഞല്ലേ? ആ അതെ, അങ്ങനെ പറയാതെ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനാവില്ലായിരുന്നു. നീ എന്ത് ചതിയായി കാണിച്ച? ഒരിക്കലും ചതിക്കില്ലെന്ന് വാക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്ത ഒട്ടും ശരിയല്ല. ഞാൻ അത് ആരാണെന്ന് വ്യക്തമാക്കിയിട്ടൊന്നുമില്ല. മംഗലശ്ശേരിയിൽ ഒരാളെന്നേ പറഞ്ഞിട്ടുള്ളൂ. പേടിക്കാനൊന്നുമില്ല. എന്നാലും അത് സ്വാതി സംശയിക്കില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ആളെ പറയാതെ എങ്ങനെയാ സംശയിക്ക? ഒന്നുമില്ലെന്നേ. ഞാൻ സ്വാതിയുടെ മുന്നിൽ നിന്ന് ഒരു വിധം രക്ഷപ്പെട്ടത്. എന്തായാലും ഇതത്ര ശരിയായില്ല കേട്ടോ. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ഒരു അത്യാവശ്യ കേസുണ്ട്. ഇപ്പൊ സഞ്ജു ആരെയാ വിളിച്ചേ? ഏയ്, ഞാൻ ഇങ്ങനെ അല്ല, എന്റെ കാര്യമാണല്ലോ പറഞ്ഞ. നീ സ്വാതിയോട് പറഞ്ഞു എന്ന് ചോദിച്ചു കേട്ടല്ലോ. അതാണോ? അത് കവിതാപ്പച്ചി എന്നെ വിളിച്ച് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ചോദിക്കുക. ഇവിടെ ലച്ചു നീ എങ്ങനെയാണ്, ഞാൻ ഇന്ന് ചെല്ലും, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അറിയണത്ര. അല്ല, സ്വാതി അത് സംശയിക്കില്ലേന്ന് സഞ്ജു ചോദിച്ചെന്തിനാ? അത് അപ്പച്ചി ഓരോന്ന് ചോദിച്ചു. ശരിക്കും ഞാനത് ശ്രദ്ധിച്ചില്ല. ഞാൻ എന്തൊക്കെയോ മറുപടിയും പറഞ്ഞു. സത്യത്തില് ഞാനപ്പോ ചിന്തിച്ചുകൊണ്ടിരുന്നതേ മുൻപ് തിരുമേനി ലച്ചുവിനെ രക്ഷപ്പെടുത്തിയ കാര്യ. സഞ്ജുന്റെ സംസാരം കേട്ടിട്ട് എന്തോ സീരിയസ് മാറ്റർ ആണെന്ന് തോന്നി. ഹേയ്, ഒന്നുമില്ലെന്നേ. ഞാനപ്പച്ചോട് സീരിയസ് ആയിട്ട് സംസാരിച്ചതാ, എങ്ങനെയെങ്കിലും അവര് ഫോൺ വെക്കാനായിട്ട്. അല്ല, ലച്ചുവിന് മെഡിസിൻസ് കൊടുക്കേണ്ട സമയമായല്ലോ. സ്വാതി അത് കൊടുത്തോ? അയ്യോ ശരിയാ, ഞാനത് മറന്നു കേട്ടോ. എന്നാ ചെല്ല്, മരുന്നെടുത്ത് കൊടുക്ക്. ടൈം തെറ്റാൻ പാടില്ല. ശരി, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഒരു വിധത്തിലാ സ്വാതിയിൽ നിന്ന് രക്ഷപ്പെട്ടെ. ഇനി സ്വാതി കവിതാപ്പച്ചി എങ്ങനെ ഫോൺ ചെയ്യൂ? എന്നാ പെട്ടത് തന്നെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചു എന്താ ഇപ്പൊ ഇങ്ങനെ മാറ്റി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലച്ചുവിനിപ്പോ കിച്ചൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിട്ടില്ലെന്നാ പറയുന്നത്. ഓർമ്മയുണ്ടായിരുന്ന കാലത്ത് അവള് സമ്മതിച്ചതാ. ഇപ്പോ കിച്ചനെ പോലും തിരിച്ചറിയാത്ത പോലെ ലച്ചു പെരുമാറുന്നു. ഇനി ഇപ്പോഴത്തെ അവസ്ഥയില് ലച്ചു ആ സത്യം തിരിച്ചറിയാത്തതാവും എന്നാ എനിക്ക് തോന്നുന്നു.
പിന്നെ അച്ഛാ എനിക്ക് മറ്റൊരു സംശയം കൂടെ ഉണ്ട്. എന്താ മോളെ? ശരിക്കും കിച്ചനല്ല, വേറെ ആരോ ലച്ചുവിന്റെ കഴുത്തിൽ താലി കിട്ടിയ. മംഗലശ്ശേരിയില് ആരോ ഒരാൾ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതാരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ മറ്റൊരാൾ അമ്മന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം മറച്ചു പിടിക്കാൻ മംഗലശ്ശേരിയില് അതാരായാലും ശ്രമിക്കുന്ന എന്തിന്? അതിനർത്ഥം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുമായി മംഗലശ്ശേരിയിൽ ആർക്കോ ബന്ധമുണ്ടെന്നല്ലേ? അല്ലെങ്കിൽ പിന്നെ മംഗലശ്ശേരിയിലുള്ള ആ ആള് ഈ സത്യം മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന എന്തിനാ? മംഗലശ്ശേരിയിൽ അങ്ങനെ ഒരാൾ, അത് നമുക്ക് ആരാണെന്ന് കണ്ടുപിടിക്കണ്ടേ അച്ഛാ? അച്ഛനെന്തൊന്നും മിണ്ടാത്തെ? അതെ, അത് തന്നെ വേണം മോളെ, നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായ അച്ഛാ. ലച്ചുവിന്റെ മിന്നുകെട്ടായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, എല്ലാം മംഗലശ്ശേരിയുമായി ബന്ധപ്പെട്ട് തന്നെയാ കിടക്കുന്നത്. അതാരാന്ന് എനിക്കറിയണം. എന്ത് വില കൊടുത്തും മംഗലശ്ശേരിയിലെ ആ ആൾ അതാരാന്ന് ഞാൻ കണ്ടെത്തും. അച്ഛാ, ലച്ചുവിന്റെ ജീവിതം നേരെയാവണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാവണം. അതുണ്ടായേ പറ്റൂ. മോളെ, എന്തായാലും ഇപ്പൊ ലച്ചുവിന്റെ ട്രീറ്റ്മെന്റ് നടക്കുകയല്ലേ, നമുക്ക് അവളുടെ തിരിച്ചറിവ് കിട്ടാൻ പ്രാർത്ഥിക്കാം. അതല്ലേ പ്രധാനം. പ്രധാനം അത് തന്നെയാ. പക്ഷെ മംഗലശ്ശേരിയിൽ ആ ആളെ കണ്ടെത്തണോ അച്ഛാ? മോളിപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ഓർത്ത് ടെൻഷൻ ആവണ്ട. ആദ്യം ലച്ചുവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേ. അവൾക്ക് ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടട്ടെ, എന്നിട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾ ആലോചിക്കാം. അച്ഛൻ പറഞ്ഞത് ശരിയാ. എങ്ങനെയും ലച്ചുവിന് പഴയ ഓർമ്മകൾ തിരിച്ചു കിട്ടട്ടെ. മംഗലശ്ശേരിയിലെ ആ ആള് ആരാണെന്ന് പറയാൻ ലച്ചുവിന് കഴിയുമെന്ന് അറിയാലോ. ഇനി ആ ആള് അവൾക്ക് ഓർമ്മയില്ലെങ്കിലും അതാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. മംഗലശ്ശേരിയിലെ ആ ആളെ ഞാൻ കണ്ടെത്തു വച്ചാ, അതുറപ്പാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ കണ്ണീര് കാണുന്നില്ലേ? എന്റെ സങ്കടം അമ്മ കേൾക്കുന്നില്ലേ? എന്താ ദൈവമേ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തെ? ജാസ്മിനും വിശാൽ സാറും തമ്മിലുള്ള വിവാഹം തടസ്സപ്പെടുത്താനായിട്ട് ഒരു വഴി പറഞ്ഞു താ ദൈവമേ. എന്താ എല്ലാവരും കൂടി ഇവിടെ നിൽക്കുന്നേ? പുറപ്പെടണ്ടേ? പാർവതി അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പോയിരിക്കാം. അവള് വന്നിട്ടിറങ്ങാം. ചേടാ, പാർവതി പോയിട്ട് കുറച്ച് സമയമായല്ലോ. ഇനിയും നമ്മൾ കാത്തുന്ന മുഹൂർത്തം തെറ്റില്ലേ? ആ, അത് ശരിയാ. അതുമാത്രമല്ല, കല്യാണ പെണ്ണ് നേരത്തെ മണ്ഡപത്തിൽ എത്തുകയും വേണ്ടേ? ആ, ഒരു കാര്യം ചെയ്യാം. പാർവതി സമാധാനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ. അവളെയും കൊണ്ട് ഞാനും പ്രതാപനും സുശീലയും കൂടി മണ്ഡപത്തിലേക്ക് വരാം. വിശാലും ഗാർഗിയും ജാസ്മിനെയും കൊണ്ട് മണ്ഡപത്തിലേക്ക് പൊയ്ക്കോളൂ.
അല്ല അത് പാർവതി ഞാൻ പോയി വിളിക്കാം. അല്ല അത് വേണ്ട മോനെ, അവളെ ശല്യപ്പെടുത്തണ്ട. അവള് മനസ്സ് നിറഞ്ഞ് ഗായത്രി ചേച്ചിയെ പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങൾ ചെല്ല്. ആ ജാസ്മിൻ വരൂ, കാറിൽ കയറ്. വാ മോനെ വിശാലെ. മുഹൂർത്തം വൈകും, കയറ്. ബൈ. വിശാൽ സർ, വിശാൽ സർ പോയോ? ശ്ശോ. അയ്യോ പാർവതി, പാർവതി. അയ്യോ മോളെ, നീ ടെൻഷൻ ആവണ്ട. ജാസ്മിനെ നേരത്തെ മണ്ഡപത്തിലെത്തിക്കണ്ടേ, അതാ വിശാൽ അവളെയും കൂട്ടി പോയത്. നീ നമ്മുടെ കാറിൽ കയറ്, നമുക്ക് ഒരുമിച്ച് പോവാലോ. വാ മോളെ. വാ, ലേറ്റ് ആവും. ഇനിയും ഇത് ഇവരുടെ പദ്ധതി വല്ലതുമാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി അബദ്ധമൊന്നും കാണിക്കല്ലേ. ചേച്ചി മരിച്ച പിന്നെ എനിക്ക് ആരാ ഉള്ളത്? എനിക്കതൊന്നും അറിയണ്ട. അതിന് ചേച്ചി എന്താ തെറ്റാ ചെയ്തേ? തെറ്റ് ചെയ്ത വിശാലല്ലേ? അമ്മേ, ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. ആദ്യം ജാസ്മിനെ വിവാഹം കഴിക്കുന്ന വാക്ക് കൊടുത്തിട്ട് പിന്നെ പാർവതി വിവാഹം കഴിച്ചു അല്ലേ? ഇപ്പൊ ചേച്ചി കഷ്ടപ്പെട്ടൊരു പയ്യനെ ജാസ്മിന് വേണ്ടി കൊണ്ടുവന്നിട്ട് അത് മുടങ്ങി. അത് ആര് കാരണോ? ചേച്ചി കാരണമാണോ? അല്ലല്ല, ഇവൻ കാരണമല്ലേ? അപ്പൊ പരിഹാരം കാണേണ്ട നീ തന്നെയാ. പ്രതാപ പറഞ്ഞു തന്നെ ശരി. പ്രഭേച്ചി കത്തി കളയ്. സുശീലേ, അടുക്കരുത്. പ്രതാപ, ചേച്ചിയുടെ കയ്യിൽ നിന്ന് കത്തി വാങ്ങി കളയ്. ചേച്ചി. പ്രതാപ, കത്തി ഞാൻ തരില്ല. അമ്മ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. കത്തി മാറ്റണമെങ്കിൽ ഇതിന്റെ പരിഹാരം എന്താണെന്ന് പറയണം. ഇല്ലെങ്കിൽ ഞാൻ എന്റെ തീരുമാനം നടപ്പാക്കും. ഞാൻ മരിക്കും. അമ്മേ, എടാ പറയൂ വിശാലേ, നീ ചെയ്ത തെറ്റിന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നീ ചെയ്ത തെറ്റ് കാരണമാണ് എന്റെ മോളുടെ വിവാഹം മുടങ്ങിയത്. അതിന്റെ പേരില് ഈ തർക്കം ഇവിടെ വേണ്ട. എന്റെ മോളെ വഞ്ചിച്ചതിന് നീ തന്നെയാണ് ഉത്തരവാദി. അങ്കിൾ, എടാ നിനക്ക് എന്ത് പരിഹാരം ചെയ്യാൻ പറ്റും അത് നീ പറ. പരിഹാരം ഒന്നേ ഉള്ളൂ. വിശാല് ഇവിടെ ഈ മണ്ഡപത്തിൽ വെച്ച് എന്നെ താലി കെട്ടണം. ജാസ്മിൻ, ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നീ ഇങ്ങനെ ശിക്ഷിക്കരുത്. വിശാൽ, ജാസ്മിൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി എനിക്ക് ഇതിലൊന്നും ചെയ്യാനാവില്ല. ഒന്നുകിൽ നീ അവളെ സ്വീകരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ എന്റെ കഴുത്തറുത്ത് ഞാൻ മരിക്കും. ജാസ്മിനോടും ജാസ്മിന്റെ ഡാഡിയോടും ഞാൻ എന്ത് പറയും? എനിക്ക് ഇതിന്റെ പേരിൽ ജയിലിൽ കിടക്കാനാവില്ല. പാർവതി, എല്ലാരും കൂടെ ചേർന്ന് എന്നെ ധർമ്മസങ്കടത്തിലാക്കരുത്. ഞാൻ എങ്ങനെ ജാസ്മിനെ വിവാഹം കഴിക്കും?
വിശാലെ വേണ്ട, നീ ജാസ്മിനെ വിവാഹം കഴിക്കണ്ട. ഞാൻ മരിച്ചോളാം. അതിനു മുമ്പ് പാർവതിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ. പാർവതി, ജാസ്മിന്റെ വിവാഹം മുന്നിട്ട് നിന്ന് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞവളാ നീ. ഇപ്പൊ ഈ കല്യാണം നീ തന്നെ നടത്തി കൊടുക്കണം. വിശാലിനെ കൊണ്ട് ജാസ്മിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ നിനക്ക് സാധിക്കോ? ഇല്ലെങ്കിൽ നിന്റെ കൺമുമ്പില് എന്റെ ശവം ഇവിടെ വീഴും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇപ്പൊ ഈ മ്യൂസിക് ഷോയുടെ വിജയം മാത്രം എന്റെ ലക്ഷ്യം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ഈ ശ്യാമ എങ്ങനെയാ വെച്ചാ തോൽക്കുക? എന്റെ കണ്ണന്റെ അനുഗ്രഹം കൂടി ആവുമ്പോ ഞാൻ വിജയിക്കും, ഉറപ്പായിട്ടും വിജയിക്കും. കൃഷ്ണ, എന്റെ മോള് ഇപ്പൊ അവിടെ എന്നെ കാണാതെ വിഷമിക്കാവും. എങ്ങനാ എന്റെ മോളെ ഒന്ന് കാണുക? അരുണിനെ വിളിക്കാം. അഭിരാമി, എന്താ? എന്റെ ശ്രീകുട്ടി അവിടെ. വിഷമിക്കണ്ട, ഇവിടെ മോൾക്ക് ഒരു പ്രശ്നമില്ല. എന്റെ മോൾ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടല്ലേ? സാരമില്ല, അമൃതേട്ടത്തി ശ്രീകുട്ടിയെ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെന്താ? അങ്ങനെ അരുണിന് മോളുടെ അടുത്ത് ചെല്ലാൻ പറ്റുമോ? എല്ലാവരും സംശയിക്കില്ലേ? ശരിയാ, ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ ഞാൻ ശ്രീകുട്ടി സമാധാനിപ്പിക്കുന്നുണ്ട്. ഒടുവിൽ മോൾ അവിടെ തന്നെ എത്തിയല്ലോ, അതാ എനിക്കിപ്പോ കുറച്ചെങ്കിലും ആശ്വാസം. അത് തന്നെ എൻ്റെ ആശ്വാസം. എൻ്റെ മോള് ഇപ്പൊ എൻ്റെ അടുത്തുണ്ടല്ലോ. അങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ ഒരച്ഛൻ്റെ വാത്സല്യം അത് കുറച്ചെങ്കിലും അവർക്ക് കിട്ടട്ടെ, അല്ലേ? എന്തൊക്കെയാണെങ്കിലും ശരി, എന്റെ മോക്ക് ആ ഭാഗ്യമുണ്ടായി. അഭിവിഷമിക്കണ്ട, സുഖമായിട്ട് ഉറങ്ങിക്കോ. ഇവിടെ മോൾക്ക് അവളുടെ അച്ഛനുണ്ട്. അഭി, എന്താ ഒന്നും മിണ്ടാത്തെ? സന്തോഷം കൊണ്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ, ഒരുപാട് വേദനിച്ചില്ലേ? എന്നിട്ടിപ്പോഴും അതിനൊരു മാറ്റവും ഇല്ലല്ലോ. അഭി, ഇതെല്ലാം മാറും. ഇനി എന്റെ ശ്രദ്ധ എപ്പോഴും അഭിരാമിയുടെയും മോളുടെയും കാര്യത്തിലുണ്ടാവും. പോലീസ് കേസെല്ലാം തീർന്ന് എല്ലാം നേരെയാവുന്നൊരു കാലം വരും. ഞാനല്ലേ പറയുന്നേ? എന്നാ ഞാനിപ്പോ മോളുടെ അടുത്തേക്ക് പോവാം, പിന്നെ വിളിക്കാം. ശരി. ഓക്കേ അരുൺ. ഈശ്വര, ഈ വാക്കുകൾ, ഈ സാന്ത്വനം, അത് മതി എന്റെ ജീവിതത്തിൽ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ മുന്നേ പറഞ്ഞില്ലേ, അതിന്റെ പേരിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തായാലും
അത് ഞാൻ ഏറ്റോളാം. സംസാരിച്ച് നിന്നാ പറ്റില്ല ആദ്യേട്ടാ. മോളെ ഒന്ന് എടുക്കാൻ സഹായിച്ചേ. വേണ്ട, ഞാൻ എടുത്തോളാം. അമൃതയുടെ ആ നല്ല മനസ്സ്, എൻ്റെ മോളോട് കാണിക്കുന്ന ഈ ഒരു സ്നേഹം, സത്യത്തിൽ മനസ്സുകൊണ്ട് ഞാൻ ആ പാദങ്ങൾ നമസ്കരിക്കുക. എന്റെ കണ്ണ, ഞാൻ ദാ നിന്റെ അനുവാദത്തോടെ മത്സരത്തിനായിട്ട് പോവാ. അത്ര കടുത്ത മത്സരം ഇന്ന്. നിന്റെ അനുഗ്രഹം എന്റെ ഒപ്പം ഉണ്ടാവണേ കണ്ണ. ഇന്നെനിക്ക് വിജയിച്ച് അടുത്ത മത്സരത്തിലേക്ക് എത്താൻ പറ്റണേ കണ്ണ. അച്ഛാ, മോളെ എണീക്ക്. പോയി വിജയിച്ചു വാ മോളെ. അമ്മേ, നന്നായി വരും മോളെ. അപ്പോ മ്യൂസിക് ഷോയിൽ അടിച്ചു പൊളിച്ച് ജയിച്ചു ആ ചേച്ചി. നമുക്കെന്നാ പോവാം സാർ. അപ്പൊ അപ്പു, നിന്റെ ശ്യാമേച്ചിയെ ഇനി പിടിച്ചാ പിടിയിട്ടില്ല. ശരിക്കും ആരാധകരുള്ള വലിയൊരു സെലിബ്രിറ്റി ആവുമ്പോ പിന്നല്ലാതെ ഈ അപ്പുന്റെ ചേച്ചിയാ ശ്യാമേച്ചി എന്നോട് പൊളിക്കും. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി അമ്മ, ശരി. ഈശ്വര ഭഗവാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മുരളി, നീ എന്താ കാണിച്ചേ? ചോദിച്ചാ കേട്ടില്ലേ? അത് അച്ഛാ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഈ കുട്ടിയുടെ ഷോള് ആഹാരത്തിൽ കിടന്ന് വലിയായിരുന്നു. ഓ, അതെടുത്ത് നേരെ ഇട്ട് കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ? അല്ലേ പുഷ്പൻ ചേട്ടാ? അതെ അതെ. ഇവന്റെ ഒരു കാര്യം, നിങ്ങളെയൊക്കെ ഈ വീട്ടിലെ അംഗങ്ങളായിട്ട് തന്നെയാ ഇവൻ കാണുന്നത്. അതങ്ങനെയാണല്ലോ. അതാ സ്വാതന്ത്ര്യം എടുക്കുന്നത്. തെറ്റായി കാണരുത് കേട്ടോ മോളെ.
വേഗം വാ. വാ, വേഗം വാ. വയ്യ, മതിയാക്ക ഇനി ഞാൻ. എനിക്ക് വയ്യ പ്രസാദേട്ടാ. അഞ്ജലി, വേദനയുണ്ടോ? സാരമില്ല, രക്തമൊഴുക്ക് നിന്നോളൂ. നമ്മള് മരിച്ചു പോവാ പ്രസാദേട്ടാ. എന്തിനാ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എനിക്ക് അങ്ങനെയൊക്കെ തോന്നുക. ഒന്നുകിൽ ശത്രുക്കളുടെ കൈ കൊണ്ട്, അല്ലെങ്കിൽ ഈ കാട്ടില് ദിക്കറിയാതെ ദിശ അറിയാതെ പട്ടിണി കിടന്ന് ചാവും. ഒന്നുമില്ലടോ, നമ്മൾ ആരോടും തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയുള്ളവരെ ഈശ്വരൻ കൈവിടില്ലെന്ന് വിചാരിക്കുക. ഞാൻ തെറ്റ് ചെയ്തില്ലേ? ഒന്നും പ്രസാദേട്ടനോട് തുറന്നു പറഞ്ഞില്ല എന്ന് പറയുന്ന തെറ്റ് മനഃപൂർവ്വം തന്നെയാ പറയാഞ്ഞത്. അത് വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. എനിക്ക് എന്നേക്കാളും വിശ്വാസം പ്രസാദേട്ടന്. അതുകൊണ്ട് തന്നെ എനിക്ക് നിർബന്ധമുണ്ട്, ഞാൻ കാരണം പ്രസാദേട്ടന് ഒന്നും സംഭവിക്കരുതെന്ന്. നമ്മള് കാരണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും സംഭവിച്ച ജീവിതത്തില് എന്തെങ്കിലും സമാധാനം കിട്ടുമോ? ഇല്ല, അതാണ് കാര്യം. എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നും സാരമില്ല, താൻ കുറച്ചേരം റിലാക്സ് ചെയ്. ഞാൻ മരിച്ചാലും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് പ്രസാദേട്ടന്. മനഃപൂർവ്വം ഉപദ്രവിക്കണമെന്ന് വിചാരിച്ച് ഞാൻ കൂടെ കൂടിയതൊന്നുമല്ല, നിവൃത്തികേട് കൊണ്ടാ. ആരുമില്ലാത്ത 3 കുട്ടികൾക്ക് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ, അതാണ് കാരണം. ഐ എം സോറി. തനിക്ക് നല്ല ക്ഷീണമുണ്ട്, കൂടുതൽ സംസാരിക്കണ്ട. ജസ്റ്റ് റിലാക്സ്. കമോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കറിയാം അവനെ. സകല അഭ്യാസങ്ങളും ചുവടുകളും പഠിച്ചവനവൻ. പക്ഷേ നിങ്ങൾ 4 പേരിലായിരുന്നു അവിടെ, ഒന്നിന് പകരം 4. എന്നിട്ട് ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞാൽ നിന്നെയൊക്കെ എന്തിനാ വിലക്കെടുത്തതെന്ന് ഞാൻ ചിന്തിച്ചു പോവാ. അവള് തനിച്ചായിരുന്നെങ്കിൽ ഞങ്ങൾ 4 പേര് ധാരാളമായിരുന്നു. അവൻ സാധാരണക്കാരനായിരുന്നെങ്കിലും ഞങ്ങൾ ഇത്രയും തന്നെ ധാരാളം. പക്ഷേ കണക്ക് കൂട്ടലും മുഴുവൻ തെറ്റിച്ചത് ആ റാസ്കലാ. ഞങ്ങളിൽ ഒരാൾ വീണുപോയി, അറിയാമോ? ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് പുച്ഛമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്ത് തോന്നും മിസ്റ്റർ ഹൈദർ അലി ഹുസൈൻ? പറഞ്ഞ പണം ബാർഗെയിനിങ് പോലും ഇല്ലാതെ സമ്മതിച്ചത് തോട്ട് വക്കത്ത് പോയി ചൂണ്ടയിട്ട് വരാലിനെ പിടിക്കാനല്ല എന്ന് ചിന്തിക്കണ്ടേ? അതിനുള്ള മിനിമം കോമൺ സെൻസ് എങ്കിലും വേണ്ട ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാക്കിയിട്ടിട്ടുള്ള ഒരു പോലീസുകാരന്. ഞാൻ ഏറ്റുപോയല്ലോ ഈ ദൗത്യം. അതിൽ വന്ന പാളിച്ചകളും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. നിങ്ങളുടെ വാക്കുകളല്ല, പ്രവൃത്തിയാ എനിക്ക് വേണ്ടത്. അതിനാണ് വില. ഹൈദരുടെ വാക്കുകൾക്കും വിലയുണ്ട് മേഘനാഥൻ. ഇന്ന് രാത്രി പുലരും മുമ്പ് ഈ കാട് മുഴുവൻ അരിച്ചു പിറക്കേണ്ടി വന്നാലും അവളെ ഞാൻ പൊക്കിയിരിക്കും. നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് വച്ചിരിക്കും. ആ ശരി, കാത്തിരിക്കാൻ ഞാൻ ഈ രാത്രി പുലരും വരെ. കാരണം ഹൈദർ അലി ഹുസൈൻ എന്ന നൊട്ടോറിയസ് പോലീസ് ഓഫീസറിനെ എനിക്കിപ്പോഴും വിശ്വാസമാണ്. താങ്ക് യു. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. രാധയെ മാത്രമേ എനിക്ക് ആവശ്യമുള്ളൂ. അവളെ മാത്രമേ എനിക്ക് ജീവനോടെ കിട്ടണമെന്ന് വാശിയുള്ളൂ. മറ്റവൻ എന്റെ കൺസേണയല്ല. അവൻ ചത്താലും ജീവിച്ചാലും നടുതളർന്ന് കിടന്നാലും ഈ മേഘനാഥന് ഒന്നുമില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ ഹൈദർക്ക്?
മനസ്സിലായി. അവനെ ഈ കാടിന്റെ ഏതെങ്കിലും ചെരുവിൽ കുഴിയെടുത്ത് മൂടിയിട്ടേ ഞങ്ങൾ തിരിച്ചു വരൂ. വെരി ഗുഡ്, ക്യാരി ഓൺ. പറഞ്ഞതൊക്കെ കേട്ടല്ലോ. ഞാനല്ല, നമ്മളാ വാക്ക് കൊടുത്തിരിക്കുന്നത്. നാളത്തെ സൂര്യോദയം അവൻ കാണരുത്. വാ, എല്ലായിടത്തും കണ്ണും മനസ്സ് വെക്കണം. ഒളിക്കാൻ ഒരു ഇലയുടെ മറവ് പോലും അവർക്ക് കിട്ടരുത്. വാ. അല്ല സാർ, ഇത്രയൊക്കെ കേട്ടപ്പോ ഞാൻ ആലോചിക്കരുത്. എന്ത്? അല്ല, ആ കൂട്ടത്തിൽ ഒരുത്തയില്ലേ രാധയ്ക്ക് സംരക്ഷകനായിട്ട്, അവ ഇനി രാധയുടെ ഭർത്താവ് മറ്റോ ആണോ? അത് പിന്നെ അല്ല, രാവും ഭഗവനെ എവിടെ പോയാലും ഒരുമിച്ചായോണ്ട് ചോദിച്ചു പോയതാ. ഒരിക്കലുമല്ല. അവളുടെ വിധി എന്റെ കൂടെ ജീവിക്കാനാണ്. മറ്റൊരുത്തനും അവളുടെ ഭർത്താവാകാൻ കഴിയില്ല. രാജകുമാരിക്ക് രാജകുമാരന്മാരെ ഇണങ്ങും. അത് നിയോഗമാണ്. അതുകൊണ്ട് തന്നെയാ ഹൈദറിന് അവനെ തീർത്തേക്കാൻ ഞാൻ നിർദ്ദേശം കൊടുത്തത്. അവന്റെ ചിത കത്തുമ്പോ കോട്ടയ്ക്കൽ മേഘനാഥൻ തൃപ്പങ്ങോട്ട് രാധയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. മണിച്ച, അതോർത്തിരുന്നോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ മരുന്ന് ഈ വീട്ടിലുള്ള ആരോ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ട്. അതാരാണെന്ന് ആളെ കണ്ടാൽ ഇയാൾക്ക് മനസ്സിലാവുമല്ലോ. അതിന് ഞാൻ ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പറയടാ, ഇവരിൽ ആരാടാ ആ മരുന്ന് വാങ്ങിയത്? ഈ കുട്ടിയാണോ തന്നോട് മരുന്ന് വാങ്ങിയത്? അല്ല, എന്റെ നിന്ന് മരുന്ന് വാങ്ങിയത് ഒരു പുരുഷനായിരുന്നു. അപ്പോ ആ സംശയം തീർന്നല്ലോ. പിന്നാരാ മരുന്ന് വാങ്ങിയെന്ന് പറയടാ. പറയടാ, ഇവരിൽ ആരാ മരുന്ന് വാങ്ങിയത്? ഇവരാരുമല്ല. ഏതായാലും എന്റെ മീനാക്ഷിയല്ല. മീനാക്ഷിയുടെ പിടലേക്ക് കെട്ടിവെക്കാനായിരുന്നല്ലോ എല്ലാവർക്കും തിടുക്കം. എന്തേതിന്റെ ചേട്ടത്തി സാവിത്രി, അവളോട് പോയി പറഞ്ഞേക്ക് മീനാക്ഷി അല്ലെന്ന്. താമസിക്കോ?
എന്തായാലും എല്ലാരോടും കൂടി ഒരു വാക്ക്. ആരാണ് ഇതിന്റെ പിന്നിൽ കളിച്ചതെന്ന് ഞാൻ കണ്ടെത്തും. അതിന് സംശയം വേണ്ട. ആളെ പിടിച്ച അവനെ പിന്നെ ഈ ചെമ്പകമംഗലത്ത് ഞാൻ വാഴിക്കില്ല. അടിച്ചു പുറത്താക്കിയിരിക്കും, തീർച്ച. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മകം പിറന്ന ഒരു മങ്ക തറവാട്ടിലുണ്ടെങ്കിൽ അവിടുത്തെ ഐശ്വര്യവും രാജയോഗവും ഗജകേശ്വരി യോഗവും മഹായോഗവും ഒക്കെ ഉണ്ടാവും. എന്നാ ജോത്സരെ, കാര്യം വിശദീകരിച്ചു പറയൂ. മകം പിറന്ന മങ്കയെ ഈ തറവാട്ടിലേക്ക് പടിയേറ്റ് നടത്തി സ്വീകരിക്കണം അവളുടെ അമ്മ. അതിന് അവളുടെ അമ്മ മാർഗയ മരിച്ചുപോയി. പക്ഷേ അമ്മയുടെ സ്ഥാനത്ത് മറ്റാരെയോ കാണുന്നല്ലോ. അത് ഞാനാ. മനസാല സ്വീകരിച്ചാൽ മാത്രം പോരെന്ന നക്ഷത്രയോഗത്തിൽ തെളിയുന്നത്. ജോത്സരെ, പടിയേറ്റ് നടത്തി ഞാൻ അവളെ മകളായിട്ട് സ്വീകരിച്ചോളാം. അതിലും ചെറിയൊരു കുഴപ്പം കാണുന്നുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനെ തറവാട്ടിൽ നിന്ന് ഇരിക്കപ്പിണ്ടം വച്ചതായി കാണുന്നു. ജ്യോതിഷം കളവ് പറയില്ല. നേരാണോ? നേരെ ജോത്സരെ. ഇനി ഞാൻ വ്യക്തമായി പറയാം. മകനെ ഇരിക്കപ്പിണ്ടം വെച്ച് പുറത്താക്കിയപ്പോ ഈ കുട്ടിയെ നന്ദിനി ദത്തുപുത്രിയായി സ്വീകരിക്കുമ്പോ ആചാരപ്രകാരമുള്ള പടിയേറ്റ് കർമ്മം തന്നെ നടത്തണം. പെൺകുട്ടിക്ക് 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ പടിയേറ്റ് നടത്താൻ സാധിക്കൂ. കാരണം അവൾ പൂർണ്ണ മനസ്സോടെയും തികഞ്ഞ ബോധ്യത്തോടെയുമായിരിക്കണം അവൾ അമ്മയായി സ്വീകരിക്കേണ്ടത്. അങ്ങനെ തന്നെ നിശ്ചയിച്ച് ചാർത്തെഴുതിക്കോളൂ ജോത്സരെ. മീനാക്ഷിക്ക് 18 വയസ്സ് തികയുന്ന ദിവസം ചെമ്പകമംഗലത്ത് പടിയേറ്റ്. ഇതൊക്കെ എന്ത് ന്യായോ? ഇതിൽ എന്ത് അന്യായമാ? ഞങ്ങൾ ചെമ്പകമംഗലത്തെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ ഉള്ളപ്പോ പടിയിറക്കി വിട്ടവർക്കും ദത്ത് നിൽക്കുന്നവർക്കും ഒക്കെ അധികാരം കൊടുക്കുന്നത് ആലോചിച്ചിട്ട് വേണം. മിണ്ടരുത് നീ രാമഭദ്ര. ഒരു വാക്കുകൊണ്ട് പോലും നിന്നെ ഞാൻ നോവിച്ചിട്ടില്ല. പക്ഷെ ഇവളോട് എനിക്ക് പറഞ്ഞേ പറ്റൂ. ഡേ, കെട്ടിച്ചു വിട്ടതാ നിന്നെ, വെറുതെ അല്ല, എല്ലാ അവകാശങ്ങളും തന്ന്. രാമഭദ്രന്റെ അച്ഛൻ ആ പാവം നമ്പ്യാര് ചേട്ടന് നാഴി വെള്ളം കൊടുക്കുന്നത് നാണക്കേടാണെന്ന് വിചാരിച്ച് ഭർത്താവിനെ ഇവിടെ പിടിച്ചു നിർത്തി നീ ചെമ്പകമംഗലം ഭരിക്കുക. മക്കളോട് വാത്സല്യം ഉള്ളതുകൊണ്ട് ഞാനും കൈമളയേട്ടനും അത് മനഃപൂർവ്വം അംഗീകരിച്ചു. അമ്മ, ഞാനൊന്ന് പറഞ്ഞോട്ടെ? ആസ്ഥാനത്ത് കയറി അഭിപ്രായം പറഞ്ഞാലേ ആടി തരും ഞാൻ. അതിന് കാരണം നിന്റെ ഭാഗത്ത് ഒരു ന്യായമില്ലാത്തതുകൊണ്ടാടി. കുടുംബത്തിൽ റോള് കുറഞ്ഞവര് അടങ്ങി നിന്നോണം. കാരണം അവരുടെ വോയിസ് ഞങ്ങൾ മാതാപിതാക്കളുടെ ദാനമാ. ചാർത്തെഴുതി ജോത്സരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.